CPM ഭരിക്കുന്ന കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ്. അംഗങ്ങളുടെ പേരിൽ 4.56 കോടിയുടെ സ്വർണ്ണ വായ്പ എടുത്ത് സെക്രട്ടറി കെ രതീശൻ മുങ്ങി. CPM ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രതീശൻ. കുറ്റവാളിയെ സംരക്ഷിക്കില്ലെന്നും സ്വർണം ഉടമകൾക്ക് തിരികെ നൽകുമെന്നും CH കുഞ്ഞമ്പു MLA പറഞ്ഞു. നിക്ഷേപകർക്ക് പരിഭ്രാന്തിയില്ലാത്ത രൂപത്തിൽ അവർക്ക് പണം തിരിച്ചു കിട്ടുമെന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ പരമാവധി ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെടില്ല, തിരിച്ചു പിടിക്കും, എന്തായാലും തിരിച്ചു പിടിക്കും. ഇനി ഏത് സാഹചര്യം അങ്ങനെ തിരിച്ചു പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നടപടി കൊടുക്കും. അതോടൊപ്പം നിക്ഷേപകരായ ആളുകൾക്ക് എന്തായാലും ഒരു ഉത്കണ്ഠ ഉണ്ടാവും, ഞങ്ങളുടെ പണം പോയോ എന്നുള്ളതും സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതാണ്. അവർക്ക് മുഴുവൻ അവരുടെ സ്വർണവും പണവും തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കും സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചുള്ളൂ. സെക്രട്ടറി ഒരാൾ. ഇതിലാരെങ്കിലും കൂട്ടുന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ഒരു പോലീസ് കൂടി അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ മാത്രം അന്വേഷണത്തിൽ വരുന്ന കാര്യമല്ല. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ഈ രതീശൻ എവിടേക്കാണ് മുങ്ങിയത്? ഇയാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ MLAയുടെ വാക്കുകളിലുള്ളത്. അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? വിജയകുമാർ, CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കാണ് ഈ കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. വലിയ രീതിയിൽ വലിയ അക്കൗണ്ടുകളൊന്നും വലിയ നിക്ഷേപമൊന്നുമുള്ള ബാങ്കല്ല. 10 കോടിയിൽ ചുരുങ്ങിയ നിക്ഷേപം മാത്രമേ ഈ ബാങ്കിലുള്ളൂ. ഈ 6 മാസം മുൻപാണ് പുതിയ ഭരണസമിതി ഈ ബാങ്കിൽ ചുമതലയേറ്റത്. ഈ ഭരണസമിതിയിൽ ഉൾപ്പെട്ട സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 4.76 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭ്യമായ വിവരം. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് ബാങ്കിന്റെ മറ്റു ജീവനക്കാരെ അറിയിച്ചു. തുടർന്ന് ബാങ്ക് പ്രസിഡന്റാണ് ഇതുമായി ബന്ധപ്പെട്ട ആദൂർ പോലീസിൽ പരാതി നൽകിയത്. ഈ 3 രീതിയിലാണ് ഈ പണം തട്ടിയെടുത്തത് എന്നാണ് ശ്രദ്ധേയം. ഒന്ന്, ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ്ണ വായ്പ എടുക്കുക. ഈ പണയം വെച്ച സ്വർണം അത് കടത്തിക്കൊണ്ടുപോകുക. അത് പട്ടാപ്പകലാണ് ഈ സെക്രട്ടറി കെ രതീശൻ കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, അപ്പെക്സ് ബാങ്ക്, അതായത് കേരള ബാങ്ക് ഈ സൊസൈറ്റിക്ക് നൽകിയ പണം ആ പണവും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നാണ് നിലവിൽ ഈ പരാതിയിലുള്ളത്. പ്രാഥമിക അന്വേഷണത്തിലും അതുതന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആദൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഈ പ്രതിയെ പുറത്താക്കിയിട്ടുണ്ട്. ഇദ്ദേഹം പണം തിരിച്ചടയ്ക്കുമെന്ന് അറിയിച്ചു എന്ന് CPM നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന്റെ നിഗമനമുള്ളത് ഇദ്ദേഹം കർണാടകത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ CPM നേതാക്കളോട് വയനാട് ജില്ലയിൽ ഇയാളുണ്ടെന്ന് ഈ രതീശൻ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്തായാലും അതിലൊരു അന്തിമമായ ഒരു തീരുമാനം, അതായത് എവിടെയുണ്ട് എന്നത് പോലീസിനെ അന്വേഷിച്ച് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒളിവിലാണ് പ്രതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇയാൾ ഒറ്റയ്ക്കാണ് ഈ ക്രമക്കേട് മുഴുവൻ നടത്തിയതെന്ന് CPM നേതാക്കൾ പറയുന്നു. പക്ഷേ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതിനെക്കുറിച്ച് ഒരു തുടരന്വേഷണം വേണം. കൃത്യമായ ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത്രയും വലിയ തുക ഈ പട്ടാപ്പകൽ ആരുടെയും സഹായമില്ലാതെ കെ രതീശൻ ബാങ്കിൽ നിന്ന് കടത്തി ഈ സ്വർണം മുഴുവൻ കടത്തി എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണ്? ഒരാൾ മാത്രമാണോ ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്, അതോ ബാങ്ക് ജീവനക്കാരായ മറ്റാളുകൾ ഇയാളെ പിന്തുണച്ചിട്ടുണ്ടോ എന്നെല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. വിജയകുമാർ. യെസ്, നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാകില്ല, അവരുടെ പണം തിരികെ നൽകും, അവരുടെ സ്വർണം തിരികെ നൽകും എന്നാണ് CH കുഞ്ഞമ്പു MLA പറഞ്ഞത്. ഇയാൾ ഒറ്റയ്ക്കാണിത് ചെയ്തതെന്നാണ് ഇതുവരെയുള്ള സൂചനകളെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നതിൽ സംശയമുണ്ട്. പ്രതി ഒളിവിലാണ്, കർണാടകയിലാണ് എന്നും അതല്ല വയനാട്ടിലുണ്ട് എന്നും സൂചനകളുണ്ട്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്.